പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നയന ഒരു കപ്പ് ചായയും കൊണ്ട് കൊടുത്തിട്ട് ചെന്നിട്ട് അനിയനോട് ചോദിക്കുന്നത്. അനിയനോട് ഞാനും നന്ദുവൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാണ്. പിന്നീട് എന്തിനാ ഇന്നലെ രാത്രി അവിടെ അവളിങ്ങനെ കിടക്കുന്ന റൂമിൻ്റെ ഡോറിന് തട്ടി വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, അതെനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, എന്തോ ഒരു വല്ലായ്മ പോലെ. അപ്പോൾ അവളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നതാണ്. ഏട്ടത്തി തെറ്റിദ്ധരിക്കൊന്നും വേണ്ടാന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ മറ്റാരെങ്കിലും ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം അടുക്കും തോറും എനിക്കെന്തോ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ പോലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ എൻ്റെ സ്വസ്ഥത പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഈ വീട്ടിലേക്ക് രണ്ട് മരുമക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നവ്യേട്ടത്തി അതുപോലെ തന്നെ ഏട്ടത്തി. അപ്പോൾ നയനേട്ടത്തി വന്ന ദിവസം തന്നെ ഏട്ടത്തിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനെ ആദർശേട്ടൻ്റെ സ്വസ്ഥത പോയില്ലേ, അമ്മയുടെയും അതുപോലെ തന്നെ ഭാര്യയുടെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ എൻ്റെ ഏട്ടൻ ആകെ നട്ടം തിരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നവ്യേട്ടത്തിനെ പോലെ ഒരാളാണ് അനാമിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഏട്ടൻ്റെ സ്വസ്ഥത പോയത് ഏട്ടത്തി കാരണമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല അങ്ങനെ പഠിത്തം അതുപോലെ തന്നെ കമ്പനിയിലൊക്കെ പോയി ഇങ്ങനെ നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോയിരുന്നത്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വസ്ഥത മുഴുവൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ പോലെ അത്രയ്ക്ക് അങ്ങ് ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ പങ്കാളിക്കും കൂടെ കുറച്ച് സമയം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതം നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ അതിന് കാരണക്കാരി ഏട്ടത്തി അതുപോലെ തന്നെ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ തന്നെയാണെന്ന് അനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും ഇങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെന്നിട്ട് മുത്തശ്ശനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, അപ്പം അറിയാൻ കാര്യങ്ങളെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് നൈനയാണെങ്കിലും പറയും, ഇനി എനിക്ക് വേണമെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചോളൂ, പക്ഷേ അനാമികയുടെ സ്ഥാനത്ത് എൻ്റെ അനിയത്തി നന്ദുവിനെ കാണാൻ ഒരിക്കലും പറ്റില്ല, അത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് നന്ദു ആണെങ്കിലും ആകെ വിഷമത്തിലാണ് കേട്ടോ. ആ സമയത്ത് നൈന വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സൊക്കെ ആയിരുന്നില്ലേ, നിങ്ങളെ തമ്മിൽ രണ്ടുപേരും സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ ഫ്രീ ആയിട്ട് ഇപ്പോൾ അങ്ങനെ അടുത്ത് പെരുമാറാൻ പറ്റാത്തത്. ഇനി അത് പാടില്ല, മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കരുത്, നിങ്ങൾ അടുത്ത് നന്നായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സമയം എടുക്കും അതൊക്കെ ഒന്ന് മാറാൻ, ഞാൻ ആദ്യമായിട്ടല്ലേ ഒരാളെ സ്നേഹിച്ചത്, അതിങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളത്. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നറിയാലോ, അപ്പോൾ എന്നെ ഇങ്ങനെ 2 ദിവസം മുന്നേ തന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയണ്ട. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജാനകി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിലും നൈനയോട് ഇങ്ങനെ പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ മറ്റാർക്കും ഒരു സംശയം ഉണ്ടാക്കാതെ നിന്നാൽ മതി, നീ നന്നായിട്ട് ഇങ്ങനെ അനിയനോട് ഇങ്ങനെ പെരുമാറിയാൽ മതി, ഇങ്ങനെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അനിയാണെങ്കിലും ഇങ്ങനെ നിനക്ക് എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കും, അത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മായിയമ്മയും അപ്പച്ചിയൊക്കെ ഇവിടെ നമ്മുടെ അമ്മേനെ പെരുങ്കള്ളി എന്നാണ് ഇങ്ങനെ വിളിക്കുന്നത്. നമ്മുടെ അച്ഛനാണെങ്കിൽ നന്മയുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ, എന്നിട്ട് അച്ഛനെ വരെ ഇങ്ങനെ കുറ്റം പറയുന്നില്ലേ, അത് കേട്ട് നിൽക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇനി നമ്മളായിട്ട് അങ്ങനെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിലും ആകെ സങ്കടമാണ്. എന്തായാലും ഇങ്ങനെ നന്ദുവിനോട് വീണ്ടും ഇങ്ങനെ മാറാനായിട്ട് പറയുന്നത്. നന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം ജാനകീനെ ആണെങ്കിൽ അനാമിക വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക വിളിച്ചിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ വല്യമ്മയും അമ്മയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള സ്വർണം തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഒന്നും മാറ്റി എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയും, നമ്മുടെ ജ്വല്ലറി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. പിന്നീട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, അവിടെ ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയും, ഇപ്പം അങ്ങനെ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ ഒന്നും അങ്ങനെ ആരും വരാറില്ലല്ലോ, ഇനിയിപ്പോൾ വന്നാൽ തന്നെ ചിലപ്പോൾ തലേ ദിവസമായിരിക്കും അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്നായിരിക്കും വരുന്നത്. പിന്നെ ഇങ്ങനെ നന്ദു വന്ന കാര്യം പറയാനുണ്ട്. നന്ദു വന്നു കേൾക്കുമ്പോൾ തന്നെ അനാമികയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അനാമിക ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾ എന്തിനാ ഇപ്പോഴത്തന്നെ വന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കും, നേരത്തെ അല്ലല്ലോ, ഇനിയിപ്പോൾ 2-3 ദിവസമല്ലേ കല്യാണത്തിനുള്ളൂ എന്ന് ജാനകി പറയാണ് കേട്ടോ. അവളുടെ 2 ചേച്ചിമാരും ഇവിടെ ഉള്ളതല്ലേ, പിന്നെ അവൾ വന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനാമികയ്ക്ക് ടെൻഷനായിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അമ്മേനെ ഒന്ന് കാണണം, അമ്മ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാനുണ്ട്. അപ്പം എന്താ മോളെ ഫോണിലൂടെ പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറ്റില്ല, നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ വരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ജാനകി പോകാനായിട്ട് നിൽക്കുമ്പോൾ
നന്ദും നൈനയും കൂടെ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നൈനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോളും ആദർശവും ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അമ്മ ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ടാണോ പോയത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചെന്നെ പോയത്, പക്ഷേ അമ്മയും അച്ഛനും ഞങ്ങളെ കണ്ടു എന്ന് പറയട്ടോ. അപ്പോൾ രാവിലെ ഏട്ടത്തി എന്നോട് എല്ലാം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ രാത്രി പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ് ഏട്ടത്തി പറയുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, കുറേ നാൾ കൂടിയിട്ടാണ് ഒന്ന് പോയതെന്ന് പറയും കേട്ടോ. പിന്നീട് നന്ദുവിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ആകെ വിഷമത്തിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് എന്താ എപ്പോഴും ഒരു വിഷമം, നീയും അനിയും നല്ല ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനിയനോട് ഷെയർ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കൂട്ടുകാരിനെ കാണണം, ഒന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകട്ടോ. ഭയങ്കര സ്നേഹത്തിലാണ് നന്ദുവിനോട് ആ സമയത്ത് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇളയമ്മ ഇപ്പം നല്ല സ്നേഹത്തിൽ സംസാരിച്ചത്, ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയമ്മയുടെ സ്വഭാവമൊക്കെ മാറും, അതുകൊണ്ട് ഇങ്ങനെ ആർക്കും ഒരു സംശയവും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനാമികയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ്. അനാമികയാണെങ്കിലും നന്ദുവിനെ എന്തിനാ ഇത്ര നേരത്തെ തന്നെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ജാനകിനോട്. അപ്പോൾ അതെന്താ മോളെ, നന്ദു നേരത്തെ വന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ അവളുടെ 2 ചേച്ചിമാരുണ്ടല്ലോ എന്നൊക്കെ പറയാണ്, എന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അനിയും നന്ദു ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് അവർ തമ്മിൽ സ്നേഹത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ അതെന്താ മോളെ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഇങ്ങനെ അവരിങ്ങനെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനി ഇങ്ങനെ നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും നന്ദുവിനെ കണ്ട് സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അനാമിക ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ അപ്പോൾ എന്താ ചെറിയൊരു സംശയം ജാനകിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സംശയം ശരിയായി വരികയാണോ എന്നൊക്കെ ഇങ്ങനെ ജാനകി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ വെറുതെ പറയുന്നതല്ല, എൻ്റെ സംശയം പറയുന്നതല്ല, ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അമ്മേനോട് പറഞ്ഞത്. അപ്പോൾ അവളുടെ വീട്ടുകാർക്കും ഇതൊക്കെ അറിയാം, എന്നിട്ടും അവളെ തിരുത്താനായിട്ട് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അവർ നവ്യ അതുപോലെ തന്നെ നയനേട്ടത്തി ആ വീട്ടിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ, ആ വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ഇങ്ങനെ ആദർശേട്ടൻ പെണ്ണ് കണ്ടത് നവ്യനെ, പിന്നെ ഇങ്ങനെ സംഭവിച്ചതൊക്കെ നമുക്കറിയാവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബന്ധം കിട്ടുന്നത് അവർക്കൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അത് ചിലപ്പോൾ ശരിയായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ നയനയുടെ അമ്മായിയമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ഇനി വരാൻ പോകുന്നതാണ് ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ മരുമകളെ എന്നൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അതൊക്കെ അവരുടെ ഈഗോ കൂട്ടല്ലോ അമ്മേ എന്നൊക്കെ ഞാൻ അനാമികയും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല, മോൾ തന്നെയാണ്, മോളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് കണ്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല, മോളുടെ അച്ഛന് ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുള്ളത് അനിയുടെ മുത്തശ്ശനാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാനും ആദ്യമായിട്ടാണ് ഒരാളെ സ്നേഹിക്കുന്നത്, ഇനിയിപ്പോൾ എനിക്ക് അനിയനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ജാനകി വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, മോൾ തന്നെയായിരിക്കും എൻ്റെ മരുമകളായിട്ട് വരിക, അതിനൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോൾക്ക് ഇങ്ങനെ അമ്മേനെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ജാനകി അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും, അതുകൊണ്ട് മോളിങ്ങനെ നല്ല ഫ്രീ ആയിട്ട് തന്നെ അനിയനോട് ഇങ്ങനെ സംസാരിക്കണം, നീ അന്ന് ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ചെന്നിട്ട് ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് ജോളിയായിട്ടൊക്കെ സംസാരിച്ചില്ലേ, അതുപോലെ സംസാരിക്കണം, എന്തായാലും ഞാനൊരു കപ്പ് ചായ എടുത്ത് തരാം, നീ അത് എനിക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അടുത്തിങ്ങനെ പെരുമാറാനൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ചായ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ചായയൊക്കെ എടുത്ത് നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നന്ദു ചായയൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അനിയനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ചായ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടാണ് കേട്ടോ പറയുന്നത്. കല്യാണമൊക്കെ ഇങ്ങ് അടുത്തില്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാലൊന്നും പോരാ, കുറച്ച് ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നന്ദു ഇങ്ങനെ നല്ല ചിരിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടെങ്കിലും അനിയനോടാണെങ്കിലും നന്ദു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു എന്നോടെല്ലാം പറഞ്ഞു, ആ സമയത്ത് ഞാൻ അനാമികനായിട്ട് ഇങ്ങനെ അടുക്കാനൊക്കെ ശ്രമിച്ചതാണ്, പക്ഷേ എനിക്കെന്തോ അവളങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ വീണ്ടും അതുതന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ജാനകി അവിടേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ജാനകി കേൾക്കുന്നത്. അപ്പോൾ ജാനകിക്ക് എന്തോ ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അനാമിക എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സംശയം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുമക്കും കേട്ടോ, ജാനകി അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയാണെങ്കിൽ ചോദിക്കും, അമ്മ എവിടെ പോയിട്ട് വരികയെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി വരികയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നയന എവിടെയെന്ന് ചോദിക്കട്ടോ. അപ്പോൾ നന്ദു ചേച്ചി അടുക്കളയിൽ ഉണ്ടെന്ന് പറയൂട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ജാനകി ചിന്തിക്കുന്നുണ്ടായിരുന്നു, അനിയത്തിയുടെ കയ്യിൽ ഇങ്ങനെ ചായ കൊടുത്തു വിട്ടിട്ട്
അവൾ അവിടെ നിൽക്കുകയാണെന്ന് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നീ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്താ പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ള പോലെ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അനിയും പറയുന്നുണ്ടായിരുന്നു, അതാ ഞാനും ആലോചിച്ചത്, അമ്മ പെട്ടെന്ന് സീരിയസ് ആയി എന്ന് പറയും. പിന്നീട് ആദർശ് അനിയുടെ അടുത്തേക്ക് വരികയാണ്. അനിയാണെങ്കിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എന്തായാലും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത് ഞാൻ, അത് നിനക്കറിയാലോ. അപ്പോൾ എന്തായാലും നിൻ്റെ കല്യാണമല്ലേ, അതുകൊണ്ട് ഞാൻ 2-3 ദിവസം ഓഫീസിൽ പോകണില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇരുന്നാൽ പറ്റില്ല, അല്ലെങ്കിലും അനാമികയ്ക്ക് എന്തോ പരാതിയാണ് നിന്നെക്കുറിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു, നമ്മളിങ്ങനെ അനാമികയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെയാണ് ഈ കല്യാണം ഇങ്ങനെ ഉറപ്പിച്ചത്, അതന്നെ ഒരു വലിയതായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ വീണ്ടും അനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും അതങ്ങനെയൊന്നുമല്ല, അനാമികയ്ക്ക് എന്തായാലും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ അങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റില്ല, നമ്മൾ കുറേ പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നീ എന്തായാലും താഴേക്ക് വാ, അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്